ആട്ടിക്കേ. ഇതാട്ടാനല്ല പറഞ്ഞത്, കുഞ്ഞിനെ ആട്ട്. ബാബു അങ്ങനെ ബാബു ബാബു പറമ്പിൽ പോയി ഇങ്ങനെയാണോ ആട്ടുന്നത്? നിങ്ങളുടെ അച്ഛനല്ലേ ഇത്ര നാളായിട്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? അതല്ല, ഗൾഫിൽ പോയി കഴിഞ്ഞാ പിന്നെ കുഞ്ഞിനെ ആര് നോക്കും? ഓഹോ, ആരാ ഗൾഫിൽ പോകുന്നത്? നീ. പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത്? അതാ പറഞ്ഞ, നീ ഗൾഫിൽ പോയ കുഞ്ഞിനെ ആര് നോക്കുവെന്ന്. ഇത്ര വിഷമമാണെങ്കിൽ നിങ്ങൾ കയറി ഗൾഫിൽ പോ. എടി, ക്ലൈമറ്റ് പിടിക്കത്തില്ല. ഓഹോ, ഇതിനു മുന്നേ ഗൾഫിൽ പോയിട്ടുണ്ടാവോ? പോയിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്കറിയാലോ, എനിക്ക് പനി വരും, ജലദോഷം വരും, വിയർപ്പിന്റെ അസുഖം ഉണ്ടെന്ന്. ഭയങ്കര അസുഖം അതൊക്കെ. ഇതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഗൾഫിൽ പോവാന്ന് വിചാരിച്ചത്. എടി, നിനക്ക് അവിടെ എന്താടി ജോലി? ഞാൻ എവിടെ കോസ്റ്റ്യൂമർ വിത്ത് ഹെയർ സ്റ്റൈലിസ്റ്റ്. അറബിയുടെ കൊച്ചിന്റെ പാവക്കുട്ടിക്ക് ഡ്രസ്സ് ഇട്ട് മുടിയും ചെയ്യുന്നതിന് അവള് പറഞ്ഞോ എന്തോ കോച്ചുമിത്ത് ഉച്ചയ്ക്കൊന്നും വേണ്ടെന്നാ നിങ്ങൾ പോയി ചെയ്തു കൊടുക്കും. ഇവിടെ 1.5 വർഷമായി ഞാൻ തന്നെ മുടി ജീവിട്ട്, ഇനിയാണ് ഞാൻ പാവക്കുട്ടിക്ക് ജീവിക്കുന്നത്. ചുമ്മാ ആൾക്കാർ നിങ്ങളെ കേറ്റിന്ന് വിളിക്കുന്നത്. കേറ്റിന്നോ? ആ, കള്ളത്തീറ്റി. പിന്നെ മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. എന്താടി വിളിച്ചേ? പറഞ്ഞതിനെ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര മടിയാ. ഈ കൊച്ചാറേടി നിങ്ങളുടെ അപ്പൊ മടിയെന്ന് നീ പറയുവോ? ഇത്തരം വാക്കുകൾ നീ ഉച്ചരിക്കുവോ? അങ്ങനെ ഉച്ചരിക്കരുത്. അയ്യോ, പാപതാണ്ട എന്റെ പേര് വിളിക്കാൻ പറഞ്ഞു. പൊന്നനോ വിളിയടാ, അച്ചാന്ന് വിളിയടാ. ഒരു കോട്ടുവാ വിടാൻ കുഞ്ഞിനെ സമ്മതിക്കരുത് കേട്ടോ. സമ്മതിക്കരുത് നിങ്ങള്. അയ്യേ, ഇച്ചിച്ചി മുള്ളി. കുഞ്ഞു കൊച്ചല്ലേ, ഇച്ചിരി മുള്ളു. ഇച്ചിരി മുള്ളി എന്നല്ല, ഇച്ചിച്ചി മുള്ളി. ഒന്ന് കഴുകിട്ട് വരുവോ? എന്തോ കൊണ്ടുപോയി കഴുകി. ഇത്രയും നാള് ഞാനല്ലേ നോക്കിയത്. ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങൾ തന്നെ നോക്കണം. കൊണ്ടുപോയി കഴിക്കാൻ ഞാൻ നോക്കട്ടെ. എടി, എനിക്ക് അറിഞ്ഞൂടടി. സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പോകുന്ന 2 മാസത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുഞ്ഞിനെയൊക്കെ നോക്കാനായിട്ട് ഞാൻ ഒരു ഫീമെയിലിനെ വെച്ചിട്ടുണ്ട്. ഫീമെയിലാ? എപ്പോഴാ പോകുന്നേ? അയ്യോ, അങ്ങനല്ല, അവർ എപ്പോൾ വരും എന്ന് ചോദിക്കണം. അതല്ല, നീ എപ്പോഴാ പോകുന്നേ? മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടോ. ഞാൻ 1-ാം തീയതി പോകും. 1-ാം തീയതി പോവല്ലേ? 1-ാം തീയതി പോവല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അതല്ല, 1-ാം തീയതി ബിവറേജ് അവധിയല്ലേ? നീ പോകുന്ന സന്തോഷത്തിൽ ഞാൻ എങ്ങനെ വെള്ളം അടിക്കും? നീ 2-ാം തീയതി പൊക്കോ. 2-ാം തീയതി പോയാലും 1-ാം തീയതി പോയാലും 2 എണ്ണം തന്നിട്ടേ ഞാൻ പോകും. എക്സ്ക്യൂസ് മീ സർ. മുതുക്ക് വീടെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? കേറി വരണ വഴിയിൽ തന്നെ മീമുള്ളു. ആരുടെ മീമുള്ള എടുത്ത് അവിടെ? അയ്യോ, അത് പെറ്റിട്ടതാ. മീമുള്ളൊക്കെ പറ്റിടൂ. അത് ഇവിടുത്തെ പൂച്ച പെറ്റിട്ടതാന്ന് പറഞ്ഞതാ. അങ്ങനെ മനസ്സിലായില്ലല്ലോ. അല്ല, ഞാനീ കണ്ടാ പറയൂല എന്തോന്ന് ഞാനിയാണെന്ന്. അയ്യോ, അതല്ല പറഞ്ഞത്. ഞാൻ കൊച്ചാവോ? നിങ്ങൾ കൊച്ചാവേ വലുതാവോ എന്താ വേണം ചെയ്ത് ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന്? അയ്യോ, അതല്ല, ഞാൻ ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി വന്നതല്ലേ ഇവിടുത്തെ. നിങ്ങളൊരു ഏജൻസിയെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനെ നോക്കാൻ ഒരാളിനെ വേണമെന്ന്. ആളാണ് ഞാൻ. ഒരു മിനിറ്റ്, അതൊരു പെണ്ണ് വരുമെന്നല്ലേ പറഞ്ഞു? ഇതൊരു മുതുക്ക് കാണാൻ വന്നിരിക്കുന്നു. അയ്യോ ശരി, ഞങ്ങൾ ഏജൻസിയോട് പറഞ്ഞ ഒരു ഫീമെയിൽ വേണമെന്നായിരുന്നു. ആ ഫീമെയിലാണ് ഞാൻ. എനിക്കറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? എന്റെ കുടുംബത്തിൽ ജോലിയില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ഫ്രീ മെയിലാണ് ഞാൻ. ഞാൻ വേഷം മാറി വന്നെന്ന് പറഞ്ഞ് മീശ ഇപ്പൊ പറിച്ചേനെ. പറിച്ചെടുത്തുകളല്ലേ? അല്ല കൊച്ചാവോ, 2 ദിവസം മുന്നേ വരുമെന്നാണല്ലോ പറഞ്ഞു. ഇപ്പൊ എന്ത് പറ്റി? കൊല്ലപ്പെട്ടുപോയി. അയ്യോ, കൊല്ലപ്പെട്ടു പോയി. അപ്പൊ ആത്മാവ് വന്നിരിക്കുന്നടി. എടി, ഇത് പ്രേതമാണ്. ഇത് കൊല്ലപ്പെട്ട അതല്ലെന്ന്. ഇങ്ങോട്ട് വരാൻ വേണ്ടി വന്ന എന്റെ പേഴ്സ് ആരോ മോട്ടിച്ചോണ്ട് പോയി. അങ്ങനെ ഞാൻ കൊല്ലത്ത് പെട്ടുപോയി. അതല്ലേ താമസിച്ചത്. അങ്ങനെ പറഞ്ഞാണോ? ഭയങ്കര കള്ളന്മാരുള്ള ശല്യമാണ്. കള്ളന്മാരുണ്ട് സാറേ, കള്ളന്മാരുണ്ട്. കഴിഞ്ഞ മാസം തന്നെ എവിടെ അമ്മയുടെ ഒരു 5 പവന്റെ മാല കള്ളം കൊണ്ടുപോയി. എന്നിട്ട് കള്ളനെ കിട്ടിയ സാറേ? എവിടെ? ഞാൻ പിടികൊടുത്തില്ലല്ലോ. അല്ല, കള്ളം പിടികൊടുക്കാതെ പോയെന്ന് 2 രക്ഷപ്പെട്ടു. അതല്ല കൊച്ചാവോ, ഈ കുഞ്ഞിനെ നോക്കി പരിചയമൊക്കെ ഉണ്ടോ? അതെങ്ങനെ വന്നെണ്ണ പരിചയപ്പെടും? കൊറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ താനെ പരിചയപ്പെട്ടോളൂല്ല. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. നേരത്തെ എവിടെങ്കിലും നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോന്നാ ഉദ്ദേശിച്ചത്. ഇതാരടുത്താണ് ചോദിക്കുന്നത്? നിന്റെ ചെവി കുരുവോ? നിന്നോടാണ് ചോദിക്കണത്. അതല്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞത്. ആരടുത്താണ് ചോദിക്കുന്നതെന്ന്. കുഞ്ഞുങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന വലിയൊരു തറവാട്ടിലെ ഒരു അംഗമാണ് ഞാൻ. എന്റെ അച്ഛനാണ് കേമൻ കേട്ടോ. അച്ഛൻ ഒരു വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ 2 മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കൂല. ചെറിയൊരു വലിവിന്റെ അസുഖമുണ്ട്. ശ്വാസമുട്ടലിന്റെ അസുഖമാണ്. ശ്വാസമുട്ടലെന്നല്ല, ഈ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മമാരും വേറെ പെണ്ണുങ്ങളൊക്കെ കാണുമല്ലോ. ആ പെൺ സൈഡിലോട്ട് ചെറിയൊരു സൈഡ് വരും. പക്ഷെ ഇവിടെ വലിക്കും. ഇത്രേ ഉള്ളൂ. അതെന്ത്? എവിടാ പോണ? ഞാൻ ഇവിടെ ഉണ്ട്. വലിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്നും തോന്നല്ലേ? ഒന്നും തോന്നൂല. തലയിൽ എന്തിനെ മുടി വളർത്തിയേക്കുന്നത്? തലയിൽ മുടിയല്ലാതെ കപ്പക്കിഴങ്ങ് നട്ട് വളർത്താൻ പറ്റുമോ? പാല് തിളച്ചാടി കുഞ്ഞിന് കൊടുക്കാനാണോ? അല്ല, എവന്റെ തലവടി എടുത്ത് ഒഴിക്കേ. അതല്ല, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ പേടിക്കുമല്ലോ. പേടിക്കണം, കുഞ്ഞുങ്ങൾ പേടിക്കണം. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോഴേ ചില കുട്ടികൾ കഴിക്കും. നമ്മൾ എന്ത് പറഞ്ഞാണ് കഴിപ്പിക്കുന്നത്? മാക്കാച്ചേരും പൂക്കാച്ചേരും കൂക്കാച്ചേരും എന്ന് പറയും. എന്റെ കയ്യിൽ പിള്ളേരെ കിട്ടണം. ചെറഞ്ഞൊരു നോട്ടം നോക്കി കഴിഞ്ഞാൽ അപ്പ കഴിച്ചിട്ട് ഒറ്റ പോക്കാണ്. അമ്പലത്തിന്റെ ഫ്ലോട്ട് കണക്ക് വന്ന് നിക്കണ്.
പേടിച്ചിന് പിള്ളേര് കേട്ടോ, പേടിച്ചതിന്. എനിക്ക് എന്നെ പേടിയായി. അതെ അതെ, ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ വെച്ചേക്കണം. കണ്ണ് വിട്ട് പോവില്ല. പിന്നെ എവിടോട്ടെങ്കിലും എഴുതി പോയി നമ്മൾ അഥവാ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇഴഞ്ഞിറങ്ങി പോയി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ടെൻഷൻ ഇല്ല, പോകുന്നത് നമ്മുടെ കൊച്ചല്ലയോ. സാറെന്തിനാ ടെൻഷൻ ആവുന്നത്? ഇത് കണ്ട, ഇതെന്താണെന്ന് അറിയാമോ? ഇത് വെറും റായല്ല, ഇതാണ് ക്യാമറ. ഇതിനകത്തൊരു ക്യാമറ ഉണ്ടാക്കണം, ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ. ഇത് നമ്മളെ കൊച്ചിന്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ കൊച്ചി എങ്ങോട്ട് ഇഴഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് പുറത്തിരുന്ന് കാണാം. വീട്ടിനകത്തിരുന്ന് ലാപ്ടോപ്പിലോ മൊബൈലിലോ നമുക്ക് കാണാം. മേഡം ഒന്ന് വെച്ചേ, അലമാരി കൊണ്ട് വെച്ചാൽ മതി. അലമാരി കൊണ്ട് വെച്ചല്ല, മേഡം ഒന്ന് തലയിൽ വെച്ചേ. എന്നിട്ട് ഞാൻ കാണാത്ത ഒന്ന് കാണിച്ചു നോക്കട്ടെ. അല്ല അപ്പൊ ഞാൻ ഇവിടെ ഒളിച്ചു നിൽക്കാം. അപ്പൊ നിങ്ങളെ ഞാൻ കാണാതെ എന്തെങ്കിലും ആക്ഷൻ കാണിക്കണം. അപ്പൊ ഞാൻ മൊബൈലിലൂടെ കണ്ടു പറയും. ഞാൻ കാണിക്കാം. നിങ്ങൾ ഇങ്ങനെയല്ലേ കാണിച്ചപ്പോ? അങ്ങനെയാണ് കാണിച്ചത്. അതിനേക്കാളും വൃത്തിയായിട്ട രണ്ടെണ്ണമാണ് ഈ മൊബൈലിൽ കണ്ടത്. ഞാൻ കൊച്ചാവ് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും, ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ആ ക്യാമറ കൊടുത്തിട്ട് പോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുളിച്ചിന് ഇവിടെ എല്ലാരും കാണും. കുഴപ്പമില്ല. അതിന്റെ ക്യാമറയിൽ വെള്ളം വീഴാതെ നോക്കിയാൽ മതി. പേടിക്കണ്ട, ഈ വെള്ളം കോരി ഒഴിക്കാൻ പോകും, കുളിക്കത്തൊന്നുമില്ല. ആ മൂടങ്ങ് കളഞ്ഞു ഇവന്റെ ക്യാമറ. പറയുമ്പോ കൊച്ചെവിടെയാ? കൊച്ചപ്പടെ അടുക്കളവാതി ഇരുന്ന് വിറക് കീറുന്നു. വിറക് കീറണ? പിന്നല്ലാതെ കുഞ്ഞുറങ്ങുവാന്ന്. അയ്യോ, ഈ സമയത്ത് വല്ലാത്തൊരു ഉറക്കമാണ്. എന്തിനാണ് ഈ സമയത്ത് കിടന്നുറങ്ങുന്നത് പിള്ളേര്? ഇന്നലെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, 2 പരിപാടിയായിരുന്നു. എന്തുകൊണ്ട് പരിപാടി? കലാകാരിയാണല്ലേ? ആ കല. എടാ കൊച്ചിനുറക്കം അതിന് കാരണം വേണം. അതിന് ഉറക്കം വരുമ്പോ അത് ഉറങ്ങും. ഓ അങ്ങനെ. കുഞ്ഞിന്റെ ആഹാരക്രമങ്ങളൊക്കെ കുഞ്ഞിന്റെ ആഹാരക്രമം എന്ന് പറയുമ്പോ എന്റെ കയ്യെത്തണ ദൂരത്ത് തന്നെ ശേഖർലാൽ ഉണ്ടായിരിക്കണം. എവിടെ മാമനാണ് ശേഖർലാൽ? പുള്ളിയെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ശേഖർലാൽ? പിള്ളേർക്ക് ഇങ്ങനെ പൊടി സെർലാക്കൊന്നും വേണ്ട, സെർലാക്കൊന്നും വേണ്ട. കുഞ്ഞ് പാല് തന്നെ കൊടുക്കണം. ഞാൻ കൊടുക്കും. മീശ വെച്ചോണ്ട് പറഞ്ഞിട്ട് അയാൾ കൊടുക്കുന്നു പാല്. ഞാൻ കൊടുക്കും. എടാ ഞാൻ പൊടിയില്ലേ, പൊടി കലക്കി അത് മാത്രമല്ല വേറൊരു ഡിമാൻഡ് കൂടെ ഉണ്ട്. ഈ കൊച്ചിന് കൊടുക്കാൻ കുപ്പിപ്പാലുണ്ടല്ലോ, അതിൽ 4 നിപ്പിള് മസ്റ്റായിട്ട് വേണം. ഒരു കുപ്പിപ്പാലിന് എന്തിനാ 4 നിപ്പിള്? കൊച്ചു കുടിച്ചതിന്റെ ബാക്കി നിപ്പിളൊന്നും ഞാൻ വായിട്ട് കുടിക്കാനൊന്നും ഞാൻ ശീലിച്ചിട്ട് പോലുമില്ല. ഇയാളുടെ ഡിമാൻഡ് എല്ലാം അനുവദിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു റൂം വേണം. ഇയാളുടെ റൂമും എല്ലാം തരാം. അല്ല, കല്യാണം കഴിഞ്ഞൊക്കെ പിള്ളേര് വല്ലതും ഉണ്ടോ? പിന്നെ എനിക്കൊരു ഭാര്യ 5-10 പിള്ളേരും ഉണ്ടല്ലോ. 5-10 പിള്ളേരോ? എന്നിട്ടാണോ നീ എന്റെ ഒരു കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു? പോയി അതിനെ നോക്കടാ. അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വളർന്നോളും. നമ്മൾ അതിനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ മാസം കറക്റ്റ് ശമ്പളം കിട്ടുമല്ലോ. കണ്ടോ, ആരും നോക്കാതെ 5-8 പൊടിപ്പിള്ളേർ എങ്ങനെയോ വളർന്ന്. അപ്പൊ എന്റെ ഈ ഒരു കൊച്ചിനെ നിങ്ങൾ തന്നെ നോക്കിയാ മതി. ശരി, ഞാൻ നോക്കണം. നീ ഇറങ്ങിപ്പോക്കോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവള് ഗൾഫിൽ നിന്ന് വരുമല്ലോ, അപ്പൊ ഒരു 6-7 കൊച്ചാവുമ്പോ നിന്നെ ഞങ്ങൾ വിളിക്കാം. അപ്പൊ ഡ്യൂട്ടിയിൽ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.